ഹായ്, ഞാൻ ഡോക്ടർ ബൈജു, പീഡിയാട്രിഷ്യനാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ സീരീസായിട്ട് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൂടുതൽ നീട്ടി പറയുമ്പോൾ എല്ലാവർക്കും അത് കാണുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്, ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് 2-3 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 3-4 മിനിറ്റിനകത്ത് വെച്ച് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ, ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ജനിക്കുമ്പോഴല്ല, അതിൻ്റെ അമ്മ ഗർഭിണിയാകുമ്പോൾ, ഒരുപക്ഷെ അതിന് മുമ്പേ ആരംഭിക്കുന്ന പല ഘടകങ്ങളും എൻ്റെ ജീവിതത്തെ, എൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്, അത് നമുക്കറിയാം. എങ്കിലും ജനനം മുതൽ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ഉള്ള പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കുന്ന, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവർക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരാറുള്ള രോഗങ്ങളും രോഗാവസ്ഥകളും അതിൻ്റെ പറ്റിയുള്ള ചില രോഗങ്ങളെക്കുറിച്ചുള്ള അവസ്ഥകളെക്കുറിച്ചുള്ള മിഥ്യാധാരണകളും അതിൻ്റെ ശരിയായിട്ടുള്ള അറിവും പേരൻസിന്, പ്രത്യേകിച്ചും മാതാപിതാക്കൾക്ക് നൽകുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വിശദമായിട്ട് സമയമെടുത്ത് പറയുന്നില്ല, കാരണം അത് എല്ലാവരും കേൾക്കാൻ തന്നെ എല്ലാവർക്കും അതിൻ്റെ ക്ഷമ ഇക്കാലത്ത് കിട്ടാറില്ല. അതുകൊണ്ട് ഓരോ എപ്പിസോഡിലും ഒരു 2-3 മിനിറ്റ് കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ ഉള്ള അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാനിപ്പം ജനിക്കുമ്പോൾ മുതലെന്ന് പറയുന്ന സ്ഥിതിക്ക് ഇപ്പോൾ നമുക്ക് ലേബർ റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, ശരിക്കും ലേബർ റൂമിന് മുമ്പ് പറഞ്ഞതുപോലെ ഒരു അമ്മ ഗർഭിണിയാകുമ്പം തന്നെ ഒരുപക്ഷെ അതിന് മുമ്പേ ഉള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നതിൽ കൂടി മാത്രമേ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ ജനനം മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലേബർ റൂമിൽ ഒരുപക്ഷെ നമ്മളതിനു മുമ്പ് അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് റെഗുലറായിട്ട് ചെക്കപ്പ് നടത്താറുണ്ട്, 99%. അങ്ങനെ ചെയ്യേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം. അല്ലെങ്കിൽ നമുക്കിപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലാകില്ലാതെ വീട്ടിലെ പ്രസവം കാരണം പല മരണങ്ങളും ഒഴിവാക്കാമായിരുന്ന മാതൃമരണങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്കറിയാം. ഒരു കാരണവശാലും അതിനിടയാവരുത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരുപക്ഷെ മിക്കവാറും എല്ലാവരും, ഒരുപക്ഷെ നല്ല എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെയാണ് പ്രസവം നടക്കുന്നത്. ഒന്നുകിൽ സുഖപ്രസവമായിരിക്കാം, അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷനായിരിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സിസേറിയൻ സെക്ഷൻ അല്ലെങ്കിൽ സുഖപ്രസവം ആണെങ്കിൽ തന്നെ ഹോസ്പിറ്റലിലാണ് നടക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുഞ്ഞിന് മറ്റ് അസ്വസ്ഥതകളൊന്നും ഇല്ലെങ്കിൽ, ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞ് ഉടനെ കരയുകയാണ്, മാസം തികയുക എന്ന് വെച്ചാൽ 37 ആഴ്ച കംപ്ലീറ്റ് ആകുന്ന കുഞ്ഞാണെങ്കിൽ നമ്മൾ മാസം തികഞ്ഞ കുഞ്ഞ് അല്ലെ ഫുൾ ടൈം ബേബി എന്നാണ് പറയുന്നത്. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ശ്വാസമിഷ്ടമോ മറ്റ് അസ്വസ്ഥതകളൊന്നും കുഞ്ഞിനില്ലെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അമ്മയുടെ കൂടെ അടുത്തേക്ക്, അമ്മ കിടക്കുന്ന റൂമിൽ അമ്മയുടെ ബെഡിനരികിൽ അമ്മയോട് ചേർത്ത് കിടത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ രീതി. ചെയ്യേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ അതിന് പണ്ട് കാലത്ത് ഒരുപക്ഷെ നമ്മൾ ആദ്യം അമ്മയുടെ അടുത്ത് കിടത്തത്തില്ലായിരുന്നു, ഒരു ദിവസം നമ്മൾ ഒബ്സർവേഷന് മാറ്റി കിടത്തുമായിരുന്നു. പക്ഷേ ഏറ്റവും അങ്ങനെ ചെയ്യാൻ പാടില്ല. കുഞ്ഞിന് പ്രത്യേകിച്ച് നമ്മൾ അസ്വസ്ഥതകളോ ശ്വാസമിഷ്ടമോ പാൽ കുടിക്കാൻ ബുദ്ധിമുട്ടോ തീരെ തൂക്കക്കുറവോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ ICU കെയർ അല്ലെങ്കിൽ ഒബ്സർവേഷൻ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നേരത്തെയൊക്കെ അമ്മയുടെ റൂമിൽ കിടത്തുക എന്നുള്ളതായിരുന്നു, അത് റൂമിങ്ങിൻ എന്ന് പറയും. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമ്മളത് മാറ്റി അമ്മയുടെ കൂടെ ബെഡിൽ കിടത്തുക, ഒരേ ബെഡിൽ അമ്മയുടെ കൂടെ തന്നെ ചേർത്ത് കിടത്തുക, അല്ലെ ബെഡിങ്ങിനായി. ഇപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിൻ്റെ പൂർണ്ണമായ ആരോഗ്യത്തിന് വേണ്ടി അമ്മയുടെ നെഞ്ചോട് ചേർത്ത്, മാറിനോട് ചേർത്ത് കുഞ്ഞിനെ അതിൻ്റെ കുഞ്ഞിനെ സൂക്ഷിക്കുന്നത് പോലെ കങ്കാരു മദർ കെയർ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ കിടത്തുക എന്നുള്ളതാണ് കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയ്ക്കും ഏറ്റവും അത്യാവശ്യം. അപ്പോൾ കങ്കാരു മദർ കെയർ എന്ന് വെച്ചാൽ ഡെലിവറി കഴിയുമ്പോൾ ഒരുപക്ഷെ പുക്കിൾ കൊടി കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കിടത്തുക എന്നുള്ളതാണ് ഏറ്റവും അഭിലഷണീയം. പലപ്പോഴും പുക്കിൾ കൊടി കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമെങ്കിലും അമ്മയുടെ മാറോട് ചേർത്ത് കിടത്തുക, അമ്മയുടെ ചൂടേറ്റ് കിടക്കത്തക്ക രീതിയിൽ കുഞ്ഞിനെ കിടത്തുക. അതാണ് കങ്കാരു മദർ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം കുഞ്ഞിന് കുറച്ച് കഴിഞ്ഞ് ഒരു ദിവസം ആദ്യം ചെയ്യുന്ന അമ്മമ്മമാരൊക്കെ അല്ലെങ്കിൽ ഗ്രാൻഡ് മദേഴ്സ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞിനെന്തെങ്കിലും തേനകത്ത് സ്വർണ്ണമോ എന്തെങ്കിലും മറ്റും അരച്ചു കൊടുക്കുന്നൊരു പദമുണ്ട്. ഒരു കാരണവശാലും നിങ്ങളത് ചെയ്യാൻ പാടില്ല. യാതൊരു കാരണവശാലും കുഞ്ഞിന് തേനോ
സ്വർണമോ ഒന്നും കുഞ്ഞിന് കൊടുക്കാം. പ്രീലാക്റ്റിയൽ ഫീഡ് എന്ന് പറയുന്നത് കൊടുക്കാൻ പാടില്ല. കാരണം ഒന്ന് കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടാകാനും കുഞ്ഞിന് വയറിളക്കം തുടങ്ങിയ അതിന് കുഞ്ഞിൻ്റെ ദഹന വ്യവസ്ഥ വളരെ പിന്നെ പക്വതയാവാത്ത വളരെ ഇമ്മച്ചുറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ കുഞ്ഞിന് രോഗാണുബാധ കുടലിനുണ്ടാകാനും വയറിളക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല കുഞ്ഞ് പാല് കുടിക്കാനുള്ള കുഞ്ഞിൻ്റെ ആ വ്യഗ്രത കുറയുകയും ചെയ്യും. അല്ല, എപ്പം പാല് കൊടുക്കണം? ജനിച്ചു കഴിഞ്ഞ് സാധാരണ പ്രസവമാണെങ്കിൽ അരമണിക്കൂറിനുള്ളിലും, സിസേറിയനാണെങ്കിൽ 4 മണിക്കൂറിനുള്ളിലും കുഞ്ഞിനെ നിർബന്ധമായിട്ടും മുലയൂട്ടിക്കേണ്ടതാണ്. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സാധാരണ പ്രസവമാണെങ്കിൽ അരമണിക്കൂറിനുള്ളിലും, സിസേറിയനാണെങ്കിൽ 4 മണിക്കൂറിനുള്ളിലും. അതിനു മുമ്പ് മേൽപ്പറഞ്ഞ സാധനങ്ങൾ ഒരു കാരണവശാലും കുഞ്ഞിന് കൊടുക്കാൻ പാടില്ല. കുഞ്ഞിന് വയറിളക്കം ഉണ്ടാകാനും കുഞ്ഞിന് പാല് കുടിക്കാനുള്ള മടുപ്പുണ്ടാകാനും പാലുകുടിയെ അത് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളെ ഇന്ന് പറയുന്നുള്ളൂ. അതായത് ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അമ്മയോട് ചേർത്ത് അമ്മയുടെ കൂടെ തന്നെ കങ്കാരു മദർ കെയർ പോലെ കിടത്തുക, എത്രയും പെട്ടെന്ന് കുഞ്ഞിന് പാല് കൊടുക്കുക. പിന്നെ പ്രീലാക്റ്റിയൽ ഫീഡ്, മുലപ്പാലല്ലാതെ സ്വർണമോ മറ്റു കാര്യങ്ങളോ ഒന്നും കുഞ്ഞിന് അരച്ച് കൊടുക്കാതിരിക്കുക. വളരെ ബ്രീഫായിട്ട് ഇങ്ങനെ 2-3 പോയിൻറ്റ്സ് മാത്രമേ ഓരോ എപ്പിസോഡിലും പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.